ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ചധികം പണികളുള്ള ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണുന്ന ക്ലിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് ചക്കങ്കണ്ണം. ആ സ്ഥലത്തുള്ളൊരു കടവാണ് കായൽ കടവ്. ഒരു കായലാണ് കായൽ കടവ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ എടുത്ത നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടുത്തെ. അപ്പോൾ എടുത്തൊരു ക്ലിപ്പാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ മീൻകാർ വന്നിട്ട് ഉപ്പ മീനൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് എടുത്തതാണ്. അപ്പോൾ നമ്മളെ ന്യൂന ബേബി എണീച്ച് വന്ന് നിൽക്കണം കേട്ടോ. അത് എണീച്ച് വന്ന് നിൽക്കണം, മീൻകാരനൊക്കെ നോക്കി നിൽക്കണം കേട്ടോ. നോക്ക്, ഇതിന്റെ കയ്യില് ബോൾ പിന്ന എടുത്താ താ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഡ്രസ്സുകൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാനിടാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് സോപ്പ് പൊടിയൊക്കെ ഇട്ട് വെള്ളം തിരിച്ചിട്ടിട്ടോ. അപ്പോൾ ഇനി വെള്ളം എന്തായാലും അവിടെ കിടന്നൊന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് തിരിച്ചിട്ടിട്ട് ഹാളിലേക്ക് പോയി. അപ്പോൾ ആ സമയത്താണ് ഞാൻ ന്യൂന ബേബിയുടെ ഒരു ടോയ് കാണുന്നുണ്ട്. നല്ല അടിപൊളി, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബേബി. കണ്ടില്ലേ നിങ്ങൾ? നല്ല രസമുണ്ട് അല്ലേ? ഇത് ശരിക്കും ഒരു കീ ചെയിനാണ് കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കുഞ്ഞ് ബേബി ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്, അങ്ങനെ ബേബികളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞാനൊരു ക്യൂട്ടായി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അത് തിരുമ്പാനൊക്കെ ഇട്ടിട്ട് ഇതാ ന്യൂന ബേബിക്കുള്ള ഫുഡ് എടുത്തിട്ട് ഫുഡ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇങ്ങനെ മുറ്റത്ത് നടന്ന് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നേരമൊക്കെ കഴിക്കും. അതല്ലെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ മുറ്റത്ത് ഇറക്കി കഴിഞ്ഞാൽ മുറ്റത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വല്ലപ്പോഴൊക്കെ മുറ്റത്ത് ഇറക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് നോക്കിയിട്ടാണ് മുറ്റത്തേക്ക് ഇറക്കുക, നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ കരുതിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ഇന്ന് മറ്റേ അരിപ്പോളയും മുട്ട ചിക്കിയതായിരുന്നു കേട്ടോ ഒന്ന് കടി. അപ്പം ഞാൻ അതൊക്കെ കൂട്ടിയിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞൊരു വിധത്തിൽ ഇങ്ങനെ കുറച്ച് കഴിപ്പിച്ചു. മുറ്റത്തിറങ്ങിയാൽ തന്നെ ആൾ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിക്കും. എന്നിട്ട് ഞാൻ വന്നിട്ട് ഞാൻ ചോറാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് ചോറ് കഴിക്കാനൊരാഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ചോറാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേനും അപ്പോൾ നമ്മൾ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ വേഗം വെള്ളമൊക്കെ കളഞ്ഞ് വേറെ വെള്ളമൊക്കെ എടുത്തിട്ട് ഊരി പിഴിഞ്ഞ് അതൊക്കെ കൊണ്ടുപോയി മേലെ കൊണ്ടുപോയി തോരട്ട് കേട്ടോ. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പുതിയ ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഈ പരിപാടിക്ക് പോകുമ്പോൾ ഇട്ടുണ്ടായിരുന്ന പുതിയ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഞാനിതാ അടിച്ചു വരാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ആകെ മെസ്സായി കിടക്കുകയാണ്. അപ്പോൾ ഇനി ഇതെല്ലാതും ഒന്ന് ആദ്യം ഒന്ന് ഒതുക്കണം. അപ്പോൾ ആദ്യം ഫ്രണ്ട് അടിച്ചു വാരി ഇടും കേട്ടോ. എന്നിട്ടാണ് പിന്നെ ബാക്കിയൊക്കെ റൂമുകളൊക്കെ ഒതുക്കി സെറ്റാക്കിയതിന് ശേഷമാണ് പിന്നെ ലാസ്റ്റ് അടിച്ചു വരുള്ളൂ കേട്ടോ. ഫ്രണ്ട് മാത്രം ഫസ്റ്റ് ഒന്ന് അടിച്ചു വാരിടും. അപ്പം ഞാൻ ആദ്യം ഒന്ന് എല്ലായിടത്തും ഒരു അവസ്ഥ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം ഫ്രണ്ടൊക്കെ അടിച്ചു വാരി ഇനിയിപ്പോൾ ഞാൻ റൂമിലേക്ക് വന്നേക്കാണ്. അപ്പോൾ റൂമിൽ തിരുമ്പി കൊടുന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി ഞാൻ എൻ്റെ ബാഗിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാഗിലാണ് ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ചാ സുന്ദരിയായ ഹായ് പറഞ്ഞേ, ഇങ്ങനെ ഹായ് പറ, ഹലോ പറഞ്ഞേ പ്ലീസ്. ഓക്കെ, അതാണ് ബേബിയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് റൂമൊക്കെ ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റേ റൂമും എല്ലാം ഒന്ന് ഒതുക്കി. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇന്ന് ഉപ്പ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുപ്പിയിലൊക്കെ ആക്കി സെറ്റാക്കി വെക്കണം. അപ്പോൾ അതാണ് ഞാൻ അടുത്ത പണി. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കി റൂമൊക്കെ ഒന്ന് ഒതുക്കിയിട്ടതാണ് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ആദ്യം നോക്കും, ബില്ലൊക്കെ ഒന്ന് നോക്കി ഒക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം സാധനങ്ങളൊക്കെ ഞാൻ കുപ്പിയിലൊക്കെ ഓരോന്നാക്കി വെക്കാണ് കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എല്ലാതും കുപ്പിയിൽ വെച്ച് ഇനി ഇപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒരു ബക്കറ്റിലും ആക്കി സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. ഉള്ളിയും സംഭവങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിയതാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് ഏതായാലും കുറച്ച് വെജിറ്റബിൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ ഇതാ എല്ലായിടത്തും പോലെ കുറച്ച് അരിപ്പൊടിയും പിന്നെ എന്തോ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെച്ചു. എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാനിതൊന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഞാനെപ്പോഴും ഫ്രിഡ്ജിൽ ന്യൂസ് പേപ്പർ എന്തെങ്കിലും വിരിക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഞങ്ങൾ സബോള ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വെക്കാറ്. എല്ലാവരും ഫ്രിഡ്ജിലായിരിക്കില്ല വെക്കേണ്ടത്, പക്ഷേ ഇവിടെ അങ്ങനെയാണ് വെക്കാറ്. പിന്നെ അതിൻ്റെ തൊലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം മെസ്സേജ് ഉണ്ടായിരുന്നു, തക്കാളിക്കൊട്ടൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് നന്നായി ഒന്ന് വാഷ് ചെയ്ത് തുടച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഭാഗത്തു നിന്നൊക്കെ ന്യൂസ് പേപ്പർ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അധികം നമുക്ക് തുടക്കാനും വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. കുറച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ തുടച്ച് പേപ്പറൊക്കെ മാറ്റി തുടച്ച് നീറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലീനിങ് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഇങ്ങനെ ന്യൂസ് പേപ്പറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ മിക്ക ആൾക്കാർ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. ഞാൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എല്ലാതും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ നേരത്തെ അരിപ്പൊടി എന്ന് ഉദ്ദേശിച്ചത് പുട്ടിനെ കുഴച്ച പൊടിയുടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അത് വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ, അല്ലാതെ മറ്റേ അരിപ്പൊടി അല്ല കേട്ടോ. നമ്മൾ പുട്ടിനെ കുഴച്ച് കുറച്ച് കൂടുതലായപ്പോൾ അതും ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പം ഇനി ഇതാ തുടച്ചൊക്കെ കഴിഞ്ഞു. അതായത് നമ്മളെല്ലാതും നല്ല നീറ്റാക്കി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് എല്ലാ സംഭവങ്ങളും തിരിച്ചതിലേക്ക് തന്നെ നന്നായി അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പോൾ ഇനി മറ്റേ ആദ്യത്തെ പോലെ തന്നെ ഒരു ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് നന്നായി വിരിച്ച് ഭംഗിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഐറ്റംസൊക്കെ എടുത്ത് വെക്കുക. ഞാനിത് ഓരോന്നോരോന്നായിട്ട് വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാനിതാ നമ്മളെ ആ പാലൊക്കെ പിന്നെ ഞങ്ങൾ ആ സമയത്ത് തന്നെ എടുത്ത് ഇനി അവിടെ വിരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത് പിരിയുന്നു മനസ്സിലായതുകൊണ്ട് തന്നെ വേഗം എടുത്ത് അതൊക്കെ കാച്ചി അപ്പോൾ തന്നെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താ ഫ്രീസർ കാണിക്കുന്നുണ്ട്, ഫ്രീസറിൽ എന്തോ 2 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതാ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് മറ്റേ ചെറുനാരങ്ങൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അതും തക്കാളിയും സബോള ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് അടുക്കി അതിലേക്ക് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന്. ഞാൻ അതൊക്കെ അതാ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റേ സെക്കൻഡ് അടിയിൽ തട്ടിലായിട്ട് ഞാനിതാ കപ്സ മസാലയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നു, അതും ഉണക്കമീനും സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി അതിലുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെയാണ്, അതൊക്കെ എടുത്ത് ഒന്ന് സെറ്റാക്കി അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തൊണ്ടൊന്നും അത്ര സുഖത്തിലല്ല കേട്ടോ. മിനിഞ്ഞാന്ന് പരിപാടിക്കൊക്കെ പോയിട്ട് ഐസ്ക്രീമൊക്കെ നല്ല കഴിച്ചിട്ട് തൊണ്ടൊക്കെ നല്ല പണി തന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ സൗണ്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അതും അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏതായാലും എന്താ ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് ഇതാ സെറ്റാക്കുന്നുണ്ട്. ഇതാ പപ്പടവും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പുട്ടിൻ്റെ മാവും സംഭവങ്ങളൊക്കെ എടുത്ത് അതൊക്കെ തിരിച്ച് വെക്കുന്നുണ്ട്. പിന്നെ മാറ്റാനുള്ളത് നമ്മളെ മുളക് ഇടുന്ന പാത്രം, അതുപോലെ വേപ്പില പാത്രം, അതുപോലെ ഇഞ്ചിറൊക്കെ പാത്രം, അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അതും അതിൻ്റെതായ സ്ഥലത്ത് ഭംഗിയായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയുടെ പാത്രത്തിൽ ഇഞ്ചിയൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് അതിൽ ഇഞ്ചിയൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തിട്ടിട്ട് അതും വെക്കുന്നുണ്ട് കേട്ടോ. അതിൽ തന്നെയാണ് ഞാൻ മല്ലിയിലയും വെച്ചത് കേട്ടോ. ഇനി അങ്ങനെ മല്ലിയില ആ പാത്രത്തിൽ തന്നെയാണ് രണ്ടുമായിട്ട് വെക്കാറ്. പിന്നെ അങ്ങനെ കേടായി പോകാനായിട്ട് അധികം നാളിരിക്കാറുമില്ല കേട്ടോ. മല്ലിയില പെട്ടെന്ന് അവിടെ ചിലവാകാറുണ്ട്, പെട്ടെന്ന് തന്നെ അതെടുത്ത് തീർക്കാറാണുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് പുളി ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി നീറ്റാക്കിയിട്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് കാണിക്കാൻ കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, നല്ല ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജ് അടച്ച് കഴിഞ്ഞ് എന്താ ഇപ്പം ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേ സാധനങ്ങൾ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെളുത്തുള്ളി ഇടാൻ കൊട്ടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം വെജിറ്റബിൾസിൻ്റെ കൂടെ അടിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ അതും ഇട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. മറ്റ് സാധനങ്ങളൊക്കെ ഇടലും അവിടെ കൊതുക്കലൊക്കെ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം നുനു ബേബിക്ക് ഫുഡ് എടുത്തിട്ട് നുനു ബേബിക്ക് കൊടുത്തു. പിന്നെ ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നല്ല ചാളക്കൂട്ടാനും പിന്നെ നമ്മൾ മത്തി ഫ്രൈയും അതുപോലെ നല്ല ചേമ്പുപ്പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കൊണ്ടാട്ടമുളകൊക്കെ. അപ്പോൾ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ വേഗം അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായാലും അവിടെയൊക്കെ ഒതുക്കി, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിച്ചു വരൽ എളുപ്പമായിരുന്നു. അപ്പോൾ അടിച്ചു വരി വന്നതിന് ശേഷമാണ് ഞാൻ കിച്ചണൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അപ്പോഴാണ് മുട്ട എടുത്ത് വെച്ചിട്ടില്ല എന്നുള്ളത് കണ്ടത്. അപ്പോൾ ഞാനെന്താ അതൊക്കെ മുട്ടൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കൊടുന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മേലെ വെച്ച സംഭവങ്ങളൊക്കെ അടിയിലേക്ക് ഇറക്കി വെച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്താ കുപ്പിയിലൊക്കെ സാധനങ്ങൾ ഇട്ടതൊക്കെ കാണിക്കാൻ കേട്ടോ. എല്ലാം സാധനങ്ങളൊക്കെ ഇടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അറേഞ്ച്മെൻറ്റൊക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് സ്ലാബ് ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. കുറച്ച് മെസ്സായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേഗം വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ കുപ്പിയിലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതാ ഞാൻ വേഗം ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സ്ലാബൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ടാണ്. അപ്പോൾ അതും ഇതവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉമ്മമാനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നന്നായി ലേറ്റ് ആയിട്ട് കേട്ടോ. കുറച്ചധികം പണികളുള്ളതുകൊണ്ട് തന്നെ നന്നായി സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി വേഗം ഉമ്മമാനെ കുളിപ്പിക്കാനുള്ള വെള്ളം വെച്ചു, ചായക്കും വെള്ളം വെച്ചു കേട്ടോ. ചായ കുടിക്കാനൊക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. പിന്നെ അതുപോലെ തന്നെ നുനു ബേബിക്ക് കൊടുക്കാനായിട്ട് പഴവും പുഴുങ്ങാൻ വേണ്ടി വെച്ചു കൂട്ടാ. അപ്പം ശേഷം അതിനുള്ള പഴമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ അത് പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാകുമ്പോഴേക്കും ഞാൻ വേഗം തുടക്കാനൊക്കെ വെള്ളമൊക്കെ എടുത്ത് മോപ്പൊക്കെ എടുത്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം പോയിട്ട് എല്ലായിടത്തും ഒന്ന് വേഗം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തുടച്ച് നീറ്റാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തുടക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ വാഷ് ബേസിനൊക്കെ എപ്പോഴും കഴുകാറ്. അപ്പോൾ അതും വാഷ് ബേസിനൊക്കെ കഴുകി എല്ലായിടത്തും ഇത് നല്ല നീറ്റാക്കി തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പണികളൊക്കെ ഏകദേശം നീറ്റായി എല്ലാം
കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഉമ്മമാനെ കുളിപ്പിക്കാൻ പോയതും. പിന്നെ അതിന് ശേഷം പിന്നെ രാത്രി ഞാനും കുളിച്ചു. പിന്നെ രാത്രിയായപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എല്ലാ റൂമും നീറ്റായിട്ടുള്ളത് കാണിക്കാൻ കേട്ടോ. എല്ലായിടത്തും സെറ്റാക്കി ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. എല്ലാ പരിപാടികളും കഴിഞ്ഞു. സാധനങ്ങൾ എടുത്തുവെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ രാത്രിക്കത്തേക്കുള്ള തക്കാളി ചട്നി. അപ്പോൾ ഉപ്പേരിച്ചേമ്പുപ്പേരൊക്കെ ഉച്ചക്കനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കുകയാണ് അടുപ്പത്ത്. ഞാനത് രാത്രിയായപ്പോൾ പിന്നെ ചോറും തക്കാളി ചട്നിയും കൊണ്ടാട്ടമുളകും ചാളക്കറിയൊക്കെ കൂടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.